നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു കുക്കിംഗ് റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു സ്പെഷ്യൽ ഇതാണ് പുളിശ്ശേരി. കാരണം എൻ്റെ വീട്ടിൽ വരുന്നവർക്കും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ വയ്ക്കുന്ന പുളിശ്ശേരി. അപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂട്ടെന്നൊക്കെ എപ്പോഴും എല്ലാവരും ചോദിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക രഹസ്യക്കൂട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ വെക്കുന്നത് കല്ലിൻ്റെ ചട്ടിയിലാണ്. അപ്പോൾ ഒരു പക്ഷേ ആ കൽച്ചട്ടിയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാദൊക്കെ ആയിരിക്കാം. അപ്പോൾ അതെങ്ങനെയാണ്, അതിൽ എന്തൊക്കെയാണ് ചേർക്കണേന്നൊക്കെയാണ് കാണിച്ചു തരണേ. അപ്പം ഞാൻ സാധാരണ പുളിശ്ശേരി വയ്ക്കണത് കൽച്ചട്ടിയിലാണെന്നൊക്കെ ഒരു തവണ പറഞ്ഞപ്പോഴേ ഒരുപാട് പേര് ചോദിച്ചാൽ എന്താണ് കൽച്ചട്ടി. ഇതാണ് കൽച്ചട്ടി, അതായത് ഒറിജിനൽ നമ്മുടെ കല്ലുണ്ടല്ലോ, ആ കല്ല് കൊത്തിയിട്ട് ഉണ്ടാക്കുന്ന ചട്ടിയാണ് കൽച്ചട്ടി. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് മീൻസ് ഒരു കല്ലിൻ്റെ വെയിറ്റ് അല്ലേ, അത്ര വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് അടുപ്പിൽ വെച്ചാലും ചൂടായി കിട്ടാനും കുറച്ച് സമയമെടുക്കും. ചൂടായി കിട്ടിയാൽ പിന്നെ അടിപൊളിയാണ്. ഗ്യാസിലൊക്കെ വെക്കുന്ന സമയത്തെ ചൂടായി കിട്ടാനും കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതിലാണ് എൻ്റെ പുളിശ്ശേരി വെക്കൽ. അത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ്, ഈ ചട്ടിക്കകത്താണ് പുളിശ്ശേരി വയ്ക്കുക. കണ്ട, ഇതിപ്പോൾ മോരുകറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാ തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, ഇത്രയാണ് ഞാൻ ഇതിനകത്തേക്ക് അരയ്ക്കുന്ന കൂട്ട്. അതിൽ തന്നെ അരയ്ക്കുമ്പോൾ ഞാൻ തൈര് ചേർത്തിട്ടാണ് അരയ്ക്കുക. വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. പിന്നെ ഇപ്പം നല്ല പുളിയുള്ള തൈരാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ തേങ്ങ അതിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കും. അങ്ങനത്തെ ഒരു പുളിശ്ശേരിയാണ് വെക്കുന്നത്. അപ്പോൾ തേങ്ങേൻ്റെ അളവ് എത്ര വേണം എന്നുള്ളത് നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട്. തീരെ പുളിയില്ലാത്ത തൈരാണെങ്കിൽ വല്ലാണ്ട് തേങ്ങ അരച്ചാൽ അതൊരു സുഖമാവില്ല. അപ്പോൾ ഇത്രയാണ് ഇനി അരച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിത് മിക്സിയിൽ അരച്ചിട്ട് വരാം. പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ ഉറയൊഴിച്ച് വെച്ചിട്ടുള്ള തൈരാണ് ഇത്. ഞാനങ്ങനെ എന്നാണോ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തലേന്ന് ഉറയൊഴിക്കുകയുള്ളൂ. അപ്പോൾ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് കണ്ട. ഇത് നമ്മൾ കവർ പാൽ വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു ഇതിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനതുകൊണ്ട് പൊതുവേ ഇങ്ങനെ പാൽ സൊസൈറ്റി പോയി, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പാൽ സൊസൈറ്റിയിൽ ഇച്ചിരി രാവിലെ അങ്ങ് പോയി പാൽ മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് അത് വെച്ചിട്ടാണ് അതിന് ഉറയൊഴിക്കും. ആ തൈര് എടുത്തിട്ടാണ് ഉണ്ടാക്കുക. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കും ഞാൻ പുളിശ്ശേരി വെക്കുമ്പോൾ കുറച്ച് സ്വാദ് കൂടുതലുള്ള സാധനം. നമ്മൾ ഈ പാക്കറ്റ് തൈര് വെച്ച് ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സ്വാദ് കിട്ടാത്തതുകൊണ്ട് പിന്നെ എപ്പോഴും പാൽ മേടിച്ച് ഉറയൊഴിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇനി ഈ കഷ്ണം നമുക്ക് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വേവാനുള്ള വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിക്കണുള്ളൂ കേട്ടോ. ഞാൻ വേറെ ഉപ്പോ മഞ്ഞപ്പൊടിയോ ഒന്നും ഇപ്പം ചേർക്കില്ല. വെള്ളം മാത്രം ഒഴിച്ച് ഇതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചതാണ്. ഏകദേശമായി, എന്നാലും ഒരു പകുതി കൂടുതലായി, ഇച്ചിരി കൂടെ ആവാനുണ്ട്. അപ്പോൾ ഈ വെള്ളം വറ്റിയിട്ട് ഇതിൻ്റെ വേവും ഈ വെള്ളം വറ്റലും ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും. അല്ല, പകുതിക്കുള്ളായിട്ടുള്ളൂ. ഇച്ചിരി കൂടെ വേവും. കുമ്പളങ്ങയ്ക്കും വെള്ളരിക്കയ്ക്കും ഒന്നും അങ്ങനെ ഭയങ്കര വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കഷ്ണമെല്ലാം വെന്തു, അതിന് വെള്ളം ഉണ്ടായിരുന്ന വെള്ളമൊക്കെ പറ്റി കണ്ട. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കണ നമ്മുടെ കൂട്ടൊഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മോരുകറിയൊക്കെ വെക്കുമ്പോഴേ, എനിക്കിത് ശരിയാണോന്നൊന്നും അറിയില്ല, മോരുകറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് അമ്മൂമ്മയും അമ്മയൊക്കെ. അതായത് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഇളക്കിയാൽ തിരിച്ചിങ്ങനെ ഇളക്കരുത്, മോര് പിരിയും എന്നൊക്കെ. സത്യമാണോ അന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു സൈഡിലേക്ക് തന്നെയാണ് ഇളക്കി കൊടുക്കുക. ഞാൻ ഇത്രയും നേരം തീ ഇങ്ങനെ സിമ്മിലായിരുന്നു. അത് കൽച്ചട്ടി ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചൂടാണ്, ഇങ്ങനെ ചൂടായിട്ടിരിക്കുക. അപ്പോൾ കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് തീ വേണ്ട, തീ കുറച്ചിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ മോരൊഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഇച്ചിരി തീ കൂട്ടി. അപ്പോൾ ഞാൻ തേങ്ങ കാണിച്ചു തന്ന കൂട്ടെല്ലാം കൂടെ അരച്ചെടുത്തു. അതുകൂടാതെ അത് അരച്ച് മാറ്റി കഴിഞ്ഞിട്ട് കുറച്ച് തൈരും കൂടെ മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് ഒഴിച്ചു. കാരണം അല്ലെങ്കിൽ ഇച്ചിരി ചാറ് കുറവായിരിക്കും തോന്നിയോണ്ടേ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പുളിശ്ശേരി ഇന്ന് വെച്ചിട്ട് ഇതിങ്ങനെ ഈ കൽച്ചട്ടിയിൽ ഇങ്ങനെ തന്നെ ഇരിക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, അവിടെ പുറത്തിരുന്നാലും ചീത്തയാവൊന്നുമില്ല. ഇങ്ങനെ തന്നെ വെച്ചിട്ട് നാളെ കഴിച്ചു നോക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു സ്വാദ്. ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടി ചേർത്തിട്ടില്ല, വേറെ ഒന്നും ചേർത്തില്ല. ആ പച്ചമുളകിൻ്റെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്ന് അതുപോലെ പുളിശ്ശേരി പറയും ഇങ്ങനെ വല്ലാണ്ട് തിളക്കരുത് പറയുന്നത്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിള പൊട്ടാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ കൽച്ചട്ടി ആയതുകൊണ്ട് ഇതിന് തന്നെ ഒരു ചൂടുണ്ട്. അപ്പോൾ ഇത് അല്ലെങ്കിൽ ചിലപ്പോൾ തിളച്ച് പുറത്തൊക്കെ പോയിന്നിരിക്കും. ഇത് ഞാനപ്പോൾ ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ ഇരുന്ന് തന്നെ ഇത് തിളച്ചോളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് താളിക്കണ ഒരു പരിപാടിയുണ്ട്, അതും കൂടെ ചെയ്യാം കേട്ടോ.
ഞാനിപ്പോൾ പുളിശ്ശേരിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. എല്ലാം കഴിഞ്ഞ് അടുപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷമാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനുള്ള കടുക് താളിക്കാം. ഞാനിതാ കടുക് താളിക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതെന്താ വെച്ചാൽ എനിക്കിങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ട് അത്രയ്ക്ക് പരിചയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില ക്ലിപ്പൊക്കെ ഞാൻ മറന്നുപോകും. ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി. പിന്നെ നമുക്ക് ഇതിലേക്ക് കടുകും ഉലുവയും കൂടെ ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളിയും മുളകും ഒക്കെ കൂടെ ചേർക്കാം. കടുകും ഉലുവയും കൂടിയാണ് നമ്മൾ താളിക്കുന്നത്. ആ ഉലുവയും കടുകും കൂടെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പിന്നെ വറ്റൽമുളകുമാണ് ചേർത്ത് കറിവേപ്പിലയും കൂടെ. അപ്പോൾ നമുക്കിതാ ഈ കടുക് വറുത്തത് ഇതിലോട്ട് ഒഴിക്കാം. ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ടേ ഭയങ്കര ചൂടാണ്. അങ്ങനെ കയ്യിലൊക്കെ തൊട്ട അപ്പം പൊള്ളും. എനിക്ക് എപ്പോഴും ഉണ്ട് പൊള്ളൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴേ. അപ്പോൾ ഇനി ഇത് അടച്ചു വെക്കാം, എന്നിട്ട് നമുക്ക് കഴിക്കാൻ നേരത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വെച്ച പുളിശ്ശേരി. ഞാൻ ആദ്യം കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ നല്ലപോലെ കുറുകി, കണ്ട നല്ല കുറുകിയില്ലേന്ന് നോക്കിയാൽ. ഞാൻ പറഞ്ഞില്ലേ കൽച്ചട്ടിയിലിരിക്കുമ്പോൾ. ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ആവി വറക്കണ ചെമ്പാവരിയുടെ ചോറാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുക. നമുക്കിനി ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് കഴിക്കാം. അപ്പം ഞാൻ വെച്ച പുളിശ്ശേരി ഞാൻ തന്നെ കഴിച്ചു നോക്കാം അല്ലേ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇത് ശരിക്കും ഇന്ന് വെച്ചിട്ട് നാളെ കഴിച്ചു നോക്കണം, സൂപ്പറായിരിക്കും. ഇനി ഇങ്ങനത്തെ ചട്ടി എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ ഞാൻ മേടിച്ചത് എനിക്ക് അമ്മ മേടിച്ചുകൊണ്ട് തന്നതാണ്. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ അമ്മ. ഇപ്പോഴല്ല, ഒരു 20 വർഷം മുമ്പേ ഞാനങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കണേ. വേറെ ഒന്നും പറ്റിയില്ല കേട്ടോ. അത് മൂവാറ്റുപുഴ പുഴക്കരക്കാവിൽ നിന്നാണ് അമ്മയ്ക്ക് മേടിച്ചുകൊണ്ട് തന്നത്. ഇതിപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കിട്ടുള്ളൂ തോന്നുന്നു. കാരണം ആലുവ മണപ്പുറത്ത് കണ്ടിട്ടുണ്ട് ഞാൻ അന്ന്. പക്ഷെ അവിടെ നിന്ന് മേടിച്ചത് അത്ര ക്വാളിറ്റി ഇല്ലാണ്ട് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് പക്ഷേ എനിക്കൊന്നും ആയിട്ടില്ല. ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നതാണ്. സാധാരണ വെക്കണ പോലെ തന്നെ ഉണ്ട്. കൊള്ളാം, നിങ്ങൾ വെച്ച് നോക്കൂ കേട്ടോ, ഇഷ്ടാവും എന്തായാലും. പിന്നെ കൽച്ചട്ടി ഇല്ലയെന്ന് വെച്ചിട്ട് വയ്ക്കാതിരിക്കണ്ട. ഇപ്പോൾ കുക്കിങ്ങൊക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എളുപ്പത്തിൽ വെക്കാൻ പറ്റില്ലേ. വേറെ ഒരുപാട് പണികളൊന്നുമില്ല. കഷ്ണം വേവിക്കുക, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അരയ്ക്കുക, അത് അതിലേക്ക് ഒഴിക്കുക, ഇച്ചിരി കടുക് വറുത്തെടുക്കുക. വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പി എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ട് ഇനിയും വരാം കേട്ടോ.